ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ കോലാഹലം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഹേമ കമ്മീഷനല്ല, ഹേമ കമ്മിറ്റി. കമ്മീഷൻ വേറെ, കമ്മിറ്റിക്ക് ഒരു അധികാരം ഒരു പിണാക്കുമില്ലാത്ത സാധനമാണ് കമ്മിറ്റി. ആ കമ്മിറ്റി തൊഴിലിടങ്ങളിൽ, സിനിമ എന്ന തൊഴിലിടത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന ലിംഗപരമായ വിവേചനം, അസൗകര്യങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി മുമ്പാകെ ഒരു സംഘം നടിമാർ ഹാജരായി അവർക്ക് തൊഴിലിടത്തുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞു. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ആളുകൾക്ക്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള മൊഴികളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഹേമ കമ്മിറ്റിയും കളിച്ചു, സർക്കാരും കളിച്ചു, വിവരാവകാശ കമ്മീഷനും കളിച്ചു. അതിങ്ങനെ അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇന്നുവരെ കേരളം അറിഞ്ഞിട്ടില്ല. അത് അറിയണമെന്നുള്ള ആവശ്യം, അത് പുറത്തു വരണമെന്നുള്ള ആവശ്യം ശക്തമായി നിൽക്കുമ്പോൾ കുറേ ഡമ്മികളെ ഇറക്കി ചില കളികളിപ്പോൾ നടക്കുകയാണ്. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതല്ല. ഹേമ കമ്മിറ്റി പേര് പറഞ്ഞിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരു നടി, ഞാൻ പേരൊന്നും പറയും, ഇവരുടെ ഒന്നും പേര് പറയാൻ എനിക്ക് ഉദ്ദേശമില്ലാത്തതുകൊണ്ട്, ഒരു നടി മുമ്പൊരിക്കൽ ഒരു പുഴു തിന്നുന്ന ചിത്രം ഇട്ടു. എന്നിട്ട് പറഞ്ഞു അത് നരേന്ദ്രമോദിയെ സാമ്യം പറഞ്ഞുകൊണ്ടിട്ടു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ലാൽ സലാം പറഞ്ഞ് ഈ നടി പോസ്റ്റ് ചെയ്തു. ആ നടിയാണ് ഒരു നടനെതിരെ ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു നടി ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബംഗാളിലെ സഖാവാണ്. ഇവിടെ വന്ന് നാട്ടിലെ സഖാവിനെതിരെയാണ് ആക്ഷേപം പറഞ്ഞത്. നാട്ടിലെ സഖാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് പാർട്ടിക്കാർ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരായുധം കിട്ടിയത്. അപ്പോൾ CPM-ലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഹേമ കമ്മിറ്റിയിൽ പേര് പറഞ്ഞിട്ടുള്ള ഗുരുതരമായ ലൈംഗിക ആക്രമണം നടിമാർക്ക് നേരെ നടത്തിയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ ഇറങ്ങി വരുന്നത്. കാരണം ഇതിൽ ഒരു കേസും, ബംഗാളി നടിയുടെ കേസ് എന്താ, എൻ്റെ വളയിൽ പിടിച്ചു, എൻ്റെ മുടിയിൽ പിടിച്ചു, കേസ് നിൽക്കില്ല, കേസ് കൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്ന 2-3 നടിമാരും പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നത്? നമ്മുടെയൊക്കെ സ്വീകരണ മുറിയെയും നമ്മുടെയൊക്കെ വായനാ മുറിയെയും ഇവർ അശ്ലീലവൽക്കരിക്കുന്നതിനാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇതൊരു സ്പോൺസേഡ് പരിപാടിയാണ്. കുറേ ഡമ്മികളെ ഇറക്കി ഒരു സംഘം ആളുകൾ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മാധ്യമങ്ങൾ പെട്ടിരിക്കുന്നു. നമ്മൾ വായനക്കാരും പ്രേക്ഷകരും മണ്ടന്മാരാവുകയാണോ? അത് ഈ അവസരം നോക്കി നാടകത്തിന് പുറമെ ഈ അമ്മയുടെ അകത്തെ ഗ്രൂപ്പ് വഴക്കുണ്ടല്ലോ, AMMA, അതിൻ്റെ അകത്തെ ഗ്രൂപ്പ് വഴക്കും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ചില ആളുകൾക്ക് വേണ്ടി ചില ജൂനിയർ ആർട്ടിസ്റ്റുകളെ, ഇന്ന് ഞാൻ കണ്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പേരൊന്നും വെളിപ്പെടുത്തുന്നേ ഇല്ല. അവർ കേസ് മാസ്ക് ചെയ്തിട്ടുണ്ട്, കേസ് കൊടുക്കാനോ അവർ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് അവര് ചില നടന്മാർക്കെതിരെ കുറേ വർത്തമാനം പറഞ്ഞു. പിന്നെ ചില ആളുകൾ, ഒരു സെബാസ്റ്റ്യൻ എന്ന് തോന്നുന്നു, ഒരു വേറെ എന്തോ തോന്നുന്നു, പേരൊന്നും ഓർമ്മയില്ല, എൻ്റെ പഴയ ഫോണിലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ശരിക്കും സമ്പൂർണ്ണ ഡമ്മികളാണത്. അങ്ങനെ ഇനിയിപ്പോൾ ആരെങ്കിലും വെളിപ്പെടുത്താനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ പേരും മുഖവും ഒക്കെ ആയിട്ട് വരേണ്ട കാര്യമേ ഉള്ളൂ. കാരണം അതിനുള്ള ധൈര്യമൊക്കെ ഇവിടെ ആർട്ടിസ്റ്റുകൾ ആർജിച്ച് കഴിഞ്ഞതാണല്ലോ. ഇത് നമുക്കറിയാവുന്നതാണ്. 4.5 കൊല്ലം മൂടി വെച്ചു. പക്ഷേ ഇനിയും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അല്ല സാർ, ഇത് ഈ ഇപ്പോൾ പുതിയ ആളുകൾ വരിയായി ക്യൂ ആയിട്ട് ഓരോ ആളുകൾ വരുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചോ? അതായത് ഇവർ സർക്കാർ മറച്ചു വെച്ച, ജസ്റ്റിസ് ഹേമ പുറത്ത് കാണിക്കരുതെന്ന് പറഞ്ഞ് തൻ്റെ നിയോഗത്തെ വഞ്ചിച്ച, ഹേമയ്ക്ക് കാശ് കൊടുത്ത് പ്രവർത്തിക്കാനുള്ള കോടികൾ കൊടുത്തത് നമ്മുടെ കാശാണ്. ഈ കാശ് കൊണ്ട് എടുത്ത് അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവർ പറയുക പുറത്തു വിടല്ലത്. 1 കോടി 6 ലക്ഷം രൂപ നമ്മുടെ കാശാണ്. അതുകൊണ്ട് ഇവർ പഠനം നടത്തിയിട്ട് പുറത്തു വിടുക. ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ റിപ്പോർട്ട് അറിയാനുള്ള നികുതിദായകന്റെ അവകാശമാണ് റിപ്പോർട്ടിൽ എന്ന് പറയുന്നുള്ളത്. അല്ല സാർ, അത് സത്യത്തിൽ അത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്യണമായിരുന്നു. അതെ, ഒരു ജഡ്ജി അല്ലേ? അല്ലല്ല, അത് പോട്ടെ, അതൊക്കെ അവരുടെ താല്പര്യം, ഞാൻ പറയുന്നതല്ല. അതിനുശേഷം ഹൈക്കോടതി സ്വമേധയാ ഈ റിപ്പോർട്ട് ഫുൾ റിപ്പോർട്ട് സീൽഡ് കവറിൽ വിളിച്ചു വരുത്തി. ഹൈക്കോടതി തുടർ നടപടി എടുക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള ഇംപ്രഷൻ ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ബന്ധവുമില്ലാത്ത, അതിൽ പരാമർശിക്കാത്ത
എന്നാൽ ഇപ്പോൾ രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞാലും ആർക്കും ഒരു പരിക്കും പറ്റാതെ ആരോപണ വിധേയർ രക്ഷപ്പെട്ടു പോകുന്ന കുറേ പരമ്പരകൾ, കുറേ ആളുകൾ വരുന്നത്, അത് വെറും കേവലം യാദൃശ്ചികമാണ്. അത് യാദൃശ്ചികമല്ല, അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ കാണേണ്ടതാണ് ആ 7 അംഗ ഒരു പോലീസ് സംഘത്തിനെ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതാരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ സംഘം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു സ്ത്രീയുടെ നേതൃത്വത്തിൽ തന്നെ അല്ല. അതങ്ങനെയായിരുന്നു. വനിതാ ഓഫീസർമാരുണ്ട്, അതുണ്ട്, 4 പേരുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. മാത്രമല്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതുമല്ല. ബന്ധപ്പെട്ടതാണെന്നുള്ളൊരു തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാകെ അതിൻ്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സുനിൽ പറഞ്ഞ ഡമ്മി വെളിപ്പെടുത്തലുകൾ അത് അന്വേഷിക്കാനുള്ള, പക്ഷെ അതിൽ വേറെയും കുഴപ്പമുണ്ട്. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് 7 അംഗ പോലീസ് സംഘം. ഈ ഒരു ഇങ്ങനത്തെ കേസിൽ സെക്ഷൽ അസോൾട്ട് ക്രിമിനൽ കേസ് കൊഗ്നൈസബിൾ ഒഫൻസിൽ പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അന്വേഷിക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തൊട്ടടുത്ത ലോക്കൽ പോലീസ് FIR ഇടുകയാണ് വേണ്ടത്. അതെ, അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയാൾക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് FIR ഇട്ടിട്ട് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അതാണ് ബാക്കി പ്രൊസീഡിങ്സ് പിന്നാലെ നടക്കും. കേസ് വിട്ടുപോവുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഈ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി എന്ത് ചെയ്യാനാണ് പോകുന്നത്? അവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഇപ്പോൾ TV-യിലൊക്കെ വരുന്ന ഈ ആക്ഷേപം പറയുന്ന കുറേ ഡമ്മികൾ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ലാത്ത നടികളാണോ നടന്മാരാണോ എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത ആ കമ്മിറ്റിയെ രൂപവൽക്കരിച്ചിരിക്കുന്നത് ആളുകളുടെ സംശയം ഈ മൊഴി പറഞ്ഞു വെളിപ്പെടുത്തലുമായിട്ട് വരുന്നുണ്ടല്ലോ, ഇനിയും വരാൻ സാധ്യതയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വിചാരം പലർക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്തു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു ഹറാസ്മെൻറ്റിൻ്റെ രൂപത്തിലാണല്ലോ വരുന്നത്. പിന്നെ ആ ചോദ്യം ചോദിച്ച് പേടിപ്പിക്കുക, ഇങ്ങനെ ഒരു പീഡന പർവം ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം മാത്രമല്ല, ഇത്തരം കേസുകളിൽ സ്ത്രീകളെ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായി ഒന്നെങ്കിൽ ഈ പറഞ്ഞ IG ഉൾപ്പെടെയുള്ള ഒരു പോലീസുകാർ ഇവരുടെ വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവിടത്തിൽ വല്ല ഗസ്റ്റ് ഹൗസുകളിലോ ഒക്കെ വിളിച്ച് സംസാരിക്കണം. അപ്പോൾ ഏത് വന്നാലും ഈ പരാതിക്കാരെ സംബന്ധിച്ച് പരാതിക്കാർ പോലീസിൽ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ കമ്മിറ്റിയുടെ ആവശ്യമില്ലാതായി. ജനം ധരിച്ചിരിക്കുന്ന ഈ കമ്മിറ്റി, ഈ ഗടാഗടിയൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിലെ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ പോലീസ് സംഘം എന്നാണ് ജനം കരുതിയിരിക്കുന്നത്. ഈ ഗടാഗടിയൻ കമ്മിറ്റിയെ കുറിച്ച് പോലീസ് സംഘം അവസാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവും കിട്ടിയില്ല, അതുകൊണ്ട് കേസെടുക്കാൻ നിവൃത്തിയില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ റിപ്പോർട്ട് കൊണ്ടിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കും. ഹൈക്കോടതി ഒരു പക്ഷേ ചോദിക്കും, ഇത് നിങ്ങൾ ഹേമ കമ്മീഷൻ മറച്ചു വച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ പരിശോധിച്ചോ? അത് സ്വമേധയാ ഏറ്റവും ചുരുങ്ങിയത് 354 എങ്കിലും എടുക്കാവുന്ന ക്രൈമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിയില്ലാതെ സ്വമേധയാ കേസെടുക്കാവുന്ന കേസുകൾക്കാണ് കോഗ്നൈസബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിന് ഇപ്പം എറണാകുളത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം എറണാകുളത്ത് ടൗണിലുള്ള ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞാൽ അത് കോഗ്നൈസബിൾ ഒഫൻസായിട്ട് എറണാകുളം സിറ്റി പോലീസിന്, സെൻട്രൽ പോലീസിന് കേസെടുക്കാം. ഇനി തൃപ്പൂണിത്തുറയിലാണെങ്കിൽ തൃപ്പൂണിത്തുറ പോലീസിന് കേസെടുക്കാം. ആലുവയിലാണെങ്കിൽ റൂറൽ ജില്ലയിലെ അവിടുത്തെ ആലുവ പോലീസിന് കേസെടുക്കാം. അതാണ് ചെയ്യുന്നത്. അതിന് ഈ ഉദ്യോഗസ്ഥ പടയുടെ ഒന്നും ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ ഒരു കൊലപാതകം നടന്നാലും ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ FIR കോഗ്നൈസബിൾ ഒഫൻസ് തന്നെയാണ് ഈ പറയുന്ന പോലെ. നമ്മൾ DGPക്ക് ഒരു പരാതി കൊടുത്താലും DGP അല്ല കേസെടുക്കുന്നത്, അത് കൺസേൺഡ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അവിടെയാണ് FIR ഇടുന്നത്. ഇതൊക്കെ അറിയാവുന്ന സർക്കാർ ആരെ പറ്റിക്കാനാണ് ഈ നാടകം കളിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത്, ഞാൻ വിശ്വസിക്കുന്നു ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായിരിക്കുന്ന വമ്പന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു മോക്ക് ട്രയൽ നടത്തുകയാണ്. നമ്മൾ തീപിടുത്തം വരുന്നു മോക്ക് ട്രയൽ നടത്തുമല്ലോ, അതായത് ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുക. ഇതാണ് സംഭവം. ഇതിന്റെ പിന്നിൽ മുഴുവൻ മീഡിയ അറ്റൻഷനും പബ്ലിക്കിന്റെ അറ്റൻഷനും മാറ്റി. ഇതിൻ്റെ അകത്ത് വേറൊരു തട്ടിപ്പുണ്ട്. ഹൈക്കോടതി കേസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്ത് ചെയ്തു എന്ന് ഹൈക്കോടതി ചോദിച്ചാൽ പോലീസ് സംഘത്തിനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ നികുതിദായകരായ ജനങ്ങളെ സർക്കാരും സിനിമാക്കാരും ചേർന്ന് സംഘടിതമായി കബളിപ്പിക്കുകയാണ്. സുനിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഹേമ കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നത്
ഈ കിടക്ക പങ്കിടൽ അന്വേഷിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. ആ വർക്ക് സ്പേസ് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി ആകുമ്പോൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടൊന്നും നിയമസഭ വെക്കണ്ട. എന്നാലും എന്തു ചെയ്തു എന്ന് കോടതി ചോദിച്ചാൽ സർക്കാരിന് പറയാവുന്ന വിധത്തിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ലൊക്കേഷനുകളിൽ, അവർക്ക് ഈ മൂത്രമൊക്കെ ഒഴിക്കാനുള്ള ഇങ്ങനത്തെ കുറച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ തന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാമായിരുന്നു. ഹേമ കമ്മിറ്റിയുടെ ആവശ്യമില്ല. അതിന്റെ ആവശ്യവും സുപ്രീം കോടതി വൈശാഖ കേസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഗൈഡ് ലൈൻസും വളരെ മുമ്പേ നിർവഹിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കെ അതിനെ ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സപ്ലിമെന്റ് ചെയ്യാനാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അത് ആ വൈശാഖ കേസിലെ ഡയറക്ഷൻ അനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതിന് വേണ്ടിയിട്ടല്ല ഈ പോലീസ് സംഘം. ഈ പോലീസ് സംഘം മറ്റേ കാസ്റ്റിംഗ് കൗച്ച് വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ, അതും പ്രാഥമിക പരിശോധന നടത്തുമെന്നാണ് പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് കേസൊക്കെ പോലത്തെ ഒരു കേസാണെന്നുള്ള മട്ടിലാണ്. ക്രിമിനൽ കേസിൽ പ്രാഥമിക വ്യവസ്ഥയില്ല. ഇത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നിയമം വെച്ചിട്ട് അതിൽ 176 വകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേതിന് സമാനമായിട്ട് അതിലിങ്ങനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ FIR ഇടുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതാണ് നടപടി അതാണ്. ഇതിപ്പോൾ ആസൂത്രിതമായി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ സർക്കാരും സിനിമാക്കാരും കുറേ ഡമ്മികളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഒരൊറ്റ പ്രതിയും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, എല്ലാവരും രക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വിവാദം വരുമ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ വഴിക്ക് പോകും. അതെ, ഇതിപ്പോൾ കുറച്ച് പേരെ തെരഞ്ഞു പിടിച്ച് ആ ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ അമ്മയുടെ തെരഞ്ഞെടുപ്പ് മത്സരം നടന്നു. ഉദ്ദേശിച്ച ചിലർ ജയിച്ചില്ല. അവരെ ഒന്ന് നിഷ്കാസനം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതിന്റെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സും കൂടി ഉണ്ടെന്നാണ് അതുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ വേറെ 2 യുവനടന്മാര്, പിന്നെ മട്ടാഞ്ചേരി ഭാഗത്തുള്ള ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഇങ്ങനെ ചില ആളുകളുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പങ്കിടാൻ ക്ഷണിച്ച അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചിട്ടുള്ളവരൊക്കെ പെടുകയാണെങ്കിൽ പെട്ടോട്ടെ. പക്ഷെ പോലീസിൽ കേസ് കൊടുക്കണം എന്നാണല്ലോ ഇപ്പോൾ സർക്കാർ പറയുന്നത്. കൊണ്ടുപോയി കേസ് കൊടുക്കണം. നമ്മളീ പറഞ്ഞ പോലാണ് അതിൻ്റെ പ്രൊസീജിയർ. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ല, ഇത് തന്നെയാണ് ബംഗാളിലെ പോലീസും പറഞ്ഞത്. ബംഗാളിൽ ആ പെൺകുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് FIR ഇട്ടത് രാത്രി 11:30-ക്കാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് റിപ്പോർട്ട് ഇട്ടത്. കോടതി ചോദിച്ചപ്പോൾ മഹാനായ കപിൽ സിബൽ പറഞ്ഞത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയില്ല. മർഡർ കേസിൽ കേസെടുക്കാൻ അവരുടെ ബന്ധുക്കൾ പരാതി കൊടുക്കണം എന്ന് പറയുന്ന കപിൽ സിബലുമാരുള്ള രാജ്യമാണ്. പറഞ്ഞ പോലെ അതാണ് ഈ കേസ് വന്നപ്പോഴും ഓർത്തത്. കാരണം സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അത് അസ്വാഭാവിക മരണം എന്ന് തീരുമാനിച്ചിട്ടല്ലേ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അപ്പൊ അസ്വാഭാവിക മരണത്തിന് ആദ്യം FIR ഇടണ്ടേ? ഇത് അതും കഴിഞ്ഞിട്ട് 10 മണിക്കൂറോ മറ്റോ കഴിഞ്ഞിട്ട് രാത്രി 11:45 ജസ്റ്റിസ് പർദിവാല അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഞാൻ അഭിഭാഷകനായിട്ടും ജഡ്ജിയായിട്ടും 30 വർഷം പൂർത്തിയായി. എൻ്റെ ഇതുവരെയുള്ള നിയമ മേഖലയിൽ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു കാര്യം. അപ്പോൾ ബംഗാളിൽ നടന്നത് അതേപടി സിനിമാ കാര്യത്തിൽ കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും പിന്നെ ചാനലിൽ വന്ന് പറയുകയാണ്, അഡ്വക്കേറ്റുമാർ തന്നെ മൊത്തത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു FIR ഇട്ടിട്ട് അന്വേഷിക്കുകയാണ് മൊത്തത്തിൽ. എനിക്ക് മനസ്സിലായില്ല. 52 സംഭവം അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 52 FIR വേണ്ട, സെപ്പറേറ്റ് ആയിട്ടല്ലേ വേണ്ടത്. സ്പോൺസേഡ് വക്കീലന്മാരായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്ത്രീ വക്കീല്, പഴയ നക്സൽ പാരമ്പര്യമൊക്കെ ഉള്ളവർ. എനിക്ക് മനസ്സിലായി, എറണാകുളംകാരി. അവർ പറയണേ ഒറ്റ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ FIR ഇട്ടിട്ട്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് മാർക്സിസ്റ്റ് വക്കീല് വേറൊരാളും ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തമസ്കരിച്ച് വേറൊരു അധ്യായം തുറന്ന് യഥാർത്ഥ വിഷയം തമസ്കരിക്കാനുള്ള നാടകം അതിവിദഗ്ധമായി നടക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളാണ് അതിൻ്റെ ബാറ്റൺ എടുത്ത് ഓടുന്നത്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർ വിവരാവകാശ കമ്മീഷനിൽ കൊണ്ടുപോയിട്ട് ഈ മാർച്ചിലുമൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും കൊടുത്തില്ല. ആദ്യം ഒരു മാധ്യമപ്രവർത്തകൻ കൊടുത്തു, പിന്നെ 5-6 പേരും കൂടിയൊക്കെ കൊടുത്തു. പിന്നെ സർക്കാരിൽ ചോദിച്ചു ഈ റിപ്പോർട്ട്, വിവരാവകാശ കമ്മീഷൻ. അപ്പോഴും സർക്കാർ കൊടുത്തില്ല.
പിന്നെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ഞങ്ങളൊരു ജുഡീഷ്യൽ ബോഡിയാണ്, നിങ്ങളുടെ ആ വിവരാവകാശ ഓഫീസർക്ക് സാംസ്കാരിക വകുപ്പിൽ സമൻസ് അയക്കും, അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും എന്താ ചെയ്തത്, അതിൻ്റെ അകത്ത് വ്യക്തിപരമായ പരാമർശമുള്ളത് മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത സ്ഥലത്ത് തന്നെയാണ് സംഗതി നിൽക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകളുണ്ടെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ, കേസെടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഉള്ള പേരുകൾ പുറത്തു വരാതിരിക്കാനുള്ള നാടകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉള്ള പേരുകൾ മറ്റേ ഹൈക്കോടതിക്ക് കൊടുത്താൽ അതിൽ കാണുമായിരിക്കും. അല്ല, ഇപ്പൊ നടക്കുന്ന ചർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചല്ല. അതേ അല്ല, അത് മാറിപ്പോയി. അതാണ്. അതിന് പകരം വേറെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ചില ആളുകൾക്കെതിരെ ചില വെളിപ്പെടുത്തൽ നടത്തുന്നു എന്ന് ഭാവിക്കുകയാണ്. അത് ഹേമ കമ്മിറ്റിയുമായിട്ട് ഒരു ബന്ധം നാടകങ്ങളാണ്. അതെ അതെ, അങ്ങനെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. പ്രേക്ഷകരാണ് ജാഗ്രത പാലിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.